ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എഐന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഡെവലപ്പേഴ്സും ഇത് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ റാഗ് മെത്തേഡ്, റീട്രൈവൽ അഗ്മെന്റഡ് ജനറേഷൻ, ഇതിനെ കുറിച്ചാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്താണ് റാഗ്, ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് റാഗ്, എങ്ങനെ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഞാനൊരു ഓവർവ്യൂ പറയാം. അതായത് ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ഉണ്ട്, ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ആണെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ട് ജനറേറ്റ് ചെയ്യുവാണ്. അതായത് കസ്റ്റമേഴ്സ് നമ്മളെ പോലെ SQL ക്വറീസ് ഒക്കെ നമ്മുടെ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്ത് എഴുതാനൊന്നും അറിയില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്സ് മാത്രമാണ് കസ്റ്റമേഴ്സിന് അവരുടെ ഇവാലുവേഷന് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ ഈ ഒരു പ്രീ ടെംപ്ലേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സിനപ്പുറത്തേക്ക് കസ്റ്റമറിന് അവർക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറ്റണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ടോപ്പ് 5 കസ്റ്റമേഴ്സിനെ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇൻവോയ്സ് ഡേറ്റ് വൈസ് ടോട്ടൽ ഇൻവോയ്സിലെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, ഒരു 1 ഇയറിന്റെ സെയിൽസ് ട്രെൻഡ്സ് എനിക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെയൊക്കെ അവരുടെ ഒരു യൂഷ്വൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് LLM യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റാഗ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് റാഗ് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോസ്റ്റ്ഗ്രസ് SQL യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ് റാഗ് സിസ്റ്റം നമ്മൾ ഇന്ന് ഈ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് റാഗ് എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ മെയിൻ ആയിട്ട് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് ജനറേഷനും, രണ്ടാമത്തത് റീട്രൈവലും. അതായത് ഫസ്റ്റ് നമ്മൾ ജനറേഷൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ലേറ്റർ ആണ് റീട്രൈവൽ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം ഞാൻ. നമുക്കൊരു ഇ കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് എൻ്റെ ടോപ്പ് 5 ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഒന്ന് റിട്ടേൺ ചെയ്യണം, ആ 5 റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു. സോ ഇപ്പൊ നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു AI ടൂൾ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് ഇപ്പം എല്ലാം നിങ്ങൾ ജെമിനയിലോ ചാറ്റ്ജിപിറ്റിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് കസ്റ്റമർ ഈ കൊറി അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഹാലുസിനേഷൻ റിസൾട്ട് ആണ് ജനറേറ്റ് ചെയ്യുക. അതായത് അവർക്ക് നമ്മുടെ ആക്ച്വൽ ഇപ്പൊ നമുക്ക് ചാറ്റ്ജിപിറ്റി എടുക്കാം, ചാറ്റ്ജിപിറ്റിക്ക് നമ്മുടെ ആക്ച്വൽ ഡാറ്റാബേസിലുള്ള ഡാറ്റാസ് അറിയില്ല. സോ അവര് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ജനറിക് ആൻസേഴ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ നമുക്ക് വേണ്ടത്, അല്ലെ കസ്റ്റമറിന് വേണ്ടത്, അവരുടെ ചോദിച്ച ക്വസ്റ്റിന് എക്സാക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. സോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു LLMനെ നമ്മുടെ പ്രൈവറ്റ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് കസ്റ്റമറിന്റെ ക്വസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്ത് അതിന് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമ്മൾ പറഞ്ഞു അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റാഗ് കോൺസെപ്റ്റ് എന്ന്. അപ്പോൾ റാഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സിങ്ങും ഇൻഡെക്സിങ്ങും ആണ്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു ക്വറി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, LLMനെ നമ്മുടെ പോസ്റ്റ്ഗ്രസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഡാറ്റാബേസ് ആണോ ആ ഡാറ്റാബേസിന്റെ സ്കീമയും അതിന്റെ ഡീറ്റെയിലും വെച്ച് ട്രെയിൻ ചെയ്യണം അല്ലെ. LLM നമുക്കറിയാം അതിനൊരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള മെമ്മറി ഒന്നും ഇല്ല. അതായത് ഇപ്പം ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ OpenAI ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിംഗ് ത്രൂ ഒരു ട്രെയിനിങ് ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല ഒരു LLM ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ DB എന്നൊക്കെ പറയുന്നത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ പ്രൊജക്റ്റിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇത് പിന്നെ റീഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു ഓർഗനൈസേഷനെ കൊണ്ട് ഒരു AI ഫൈൻ ട്യൂണിങ് നടക്കൂല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മുടെ റിലേറ്റഡ് ടു നമ്മുടെ ഡാറ്റാബേസ് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന എല്ലാ ടേബിൾസും എല്ലാ കോളംസും, അതുപോലെ തന്നെ ഫോറിൻ കീ റിലേഷൻഷിപ്പ്, ഇപ്പം ഒരു മോസ്റ്റ്ലി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും ആൻസേഴ്സ് കൊടുക്കേണ്ടി വരിക. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ടേബിൾസ് ഓരോ കോളംസ് എന്താണ്, ഇപ്പൊ ഈ ടേബിൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ കോളം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ കൊറീസും ഇപ്പൊ നമ്മൾ ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവുമല്ലോ, അതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ ടെംപ്ലേറ്റ് കൊറീസും കൊടുക്കണം. അപ്പൊ ഈ കൊറീസും നമ്മുടെ ഡാറ്റാബേസിന്റെ സ്കീമ ഡിസ്ക്രിപ്ഷൻ എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത് ഞാൻ എങ്ങനെ ട്രെയിൻ ചെയ്യാന്ന് പറയാം. ഒന്നുകിൽ നിങ്ങൾക്ക് കസ്റ്റം ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ AI തന്നെ അവൈലബിൾ ആണ്. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ
വെക്ടർ എംബഡിങ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കീമ ഇൻഫർമേഷനെ നമ്മൾ വെക്ടർ എംബഡിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പം വെക്ടർ ഡാറ്റാബേസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ന്യൂമറിക് ഡാറ്റാബേസസ് ആണ്. ഇപ്പം എന്താ പറയുക, സെയിം ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്കീമ ഇൻഫർമേഷൻ ആണെങ്കിലും ഒരു നാച്ചുറൽ കൊറീസ്, കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു നാച്ചുറൽ കൊറീസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെക്ടർ എംബോഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ കസ്റ്റമർ കൊറീസിനെ നമ്മൾ എന്ത് ചെയ്യും, വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും, ന്യൂമറിക് ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പാറ്റേൺ മാച്ചിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കളക്ട് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ വെക്ടർ എംബഡിങ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു എംബഡിങ് ഡാറ്റനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെച്ചാലേ കസ്റ്റമർ സൈഡിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെക്ടർ എംബഡിങ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസസ് യൂസ് ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ChromaDB ഉണ്ട്. അതുപോലെ തന്നെ PostgreSQLന്റെ എക്സ്റ്റൻഷൻ PG വെക്ടർ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇതുപോലെ തന്നെ വെക്ടർ ഡാറ്റാബേസിലേക്ക് നമ്മൾ ഒരു ഡാറ്റാബേസിന്റെ സ്കീമ വെക്ടർ എംബഡിങ് ചെയ്തിട്ടുള്ള ഡാറ്റയെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പൊ രണ്ട് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രീ പ്രോസസ്സിംഗ്, അതായത് നമുക്ക് ആവശ്യമുള്ള ഡാറ്റനെ പ്രീ പ്രോസസ്സിംഗ് ചെയ്തു, അതിന് പ്രോപ്പറായിട്ട് ഇൻഡെക്സിങ് ചെയ്തു, എംബഡിങ് ക്രിയേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റീട്രൈവൽ പ്രോസസ് ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഡാറ്റനെ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു യൂസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ഏറ്റവും എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഏതാണ് ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ സ്കീമിൽ നിന്ന് ഈ ക്വറിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് എന്ത് ചെയ്യണം, ഈ സ്കീമ റിലേറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സിന്റെ ടേബിൾ ആയിരിക്കും വേണ്ടത്. ചിലപ്പോൾ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഓർഡറിന്റെ ടേബിൾ നമുക്ക് വേണ്ടി വരും. അപ്പം ഓർഡർ, പ്രൊഡക്റ്റ്, കസ്റ്റമർ ടേബിളിനെ ലെഫ്റ്റ് ജോയിൻ ചെയ്യണം. അപ്പൊ ഇവിടെ 3 ടേബിളും അതിൽ നിന്ന് എടുക്കേണ്ട കോളംസും ഈ 3 ടേബിളും ലെഫ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി, മീൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ കോളംസ് എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യണം, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വെക്ടർ ഡാറ്റാബേസിൽ നിന്ന് പാറ്റേൺ മാച്ച് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു സിമിലാരിറ്റി ചെക്ക് ആണ് നടക്കുന്നത്. ഫസ്റ്റ് കസ്റ്റമർ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ വെക്ടർ എംബഡിങ് ചെയ്യും. എന്നിട്ട് ഈ ന്യൂമറിക് ഡാറ്റയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂമറിക് ഡാറ്റയും കൂടെ സിമിലാരിറ്റി ചെക്കിംഗ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ക്വറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസിന്റെ ടേബിൾസും കോളംസും അതിന്റെ ഫോറിൻ കീ റിലേഷൻഷിപ്പ് ഒക്കെ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ LLM ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ക്വറി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏത് LLM വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഒല്ലാമയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്കൽ മെഷീനിൽ തന്നെയാണ് ഈ ക്വറി ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കസ്റ്റമറിന്റെ റിസൾട്ട് കൊടുക്കുന്നതും. നിങ്ങൾക്ക് ഇനി ഗ്രോക്ക് യൂസ് ചെയ്യാം, OpenAI നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ല ജെമിനി ആണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെല്ലാം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഈ സ്കീമ ഇൻഫർമേഷനും കസ്റ്റമറിന്റെ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ LLM-നോട് പറയും എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു SQL ക്വറി ജനറേറ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സിനാരിയോ, അതായത് ജസ്റ്റ് നിങ്ങൾ ChatGPT പോയിട്ട് എന്റെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്താണെന്ന് അടിച്ചാൽ അതൊരു ഹാലൂസിനേഷൻ, ഒരു ജനറിക് ആൻസറെ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പക്ഷെ ഇവിടെ നമ്മൾ സ്പെസിഫിക് ഇൻഫർമേഷൻ കൊടുത്തു, എന്റെ ഡാറ്റാബേസിന്റെ സ്കീമ ഇതാണ്, ഇത്രയും ടേബിൾസും കോളംസും ഡീറ്റെയിൽസും ഉണ്ട്, ഇതിൽ നിന്നാണ് എനിക്ക് ക്വറി ജനറേറ്റ് ചെയ്ത് വരേണ്ടത്. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ LLM എന്ത് ചെയ്യും, ക്വറി ജനറേറ്റ് ചെയ്യും. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ക്വറി ജനറേറ്റ് ചെയ്യും. അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വറി ജനറേറ്റ് ചെയ്യും. നമ്മുടെ ലൈവ് ഡാറ്റാബേസിൽ നമ്മൾ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ക്വറിയും അപ്പോൾ ക്വറിന്റെ റിസൾട്ടും പിന്നെ ആ ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും നമ്മൾ ഫൈനൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫൈനലി നമ്മൾ കസ്റ്റമറിന് ഒരു ആൻസർ കൊടുക്കണമല്ലോ. അപ്പം അവരുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂഷനും റെസ്പോൺസ് ജനറേഷനുമാണ്. അപ്പോൾ ക്വറി ലൈവ് ഡാറ്റാബേസിൽ ജനറേറ്റ് ചെയ്യും. ആ റിസൾട്ടും ഈ ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യും, എഗെയിൻ ഒരു നാച്ചുറൽ ലാംഗ്വേജ് ആൻസർ ആയിട്ട്
ആയിട്ട് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് LLM കൊടുക്കും. അവർ ഇത് രണ്ടും കൂടെ അതായത് ക്വസ്റ്റ്യനും ഡാറ്റയും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കസ്റ്റമറിന് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ലാംഗ്വേജിൽ ആൻസർ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു 5 സ്റ്റെപ്പിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. പ്രീ പ്രോസസ്സിംഗ്, അത് കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് റീട്രൈവ്, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് റീട്രൈവ് ചെയ്യും, റീട്രൈവ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ LLM ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ SQL ക്വറി ജനറേറ്റ് ചെയ്യും, ജനറേറ്റ് ചെയ്താൽ ഫൈനലി എക്സിക്യൂട്ട് ചെയ്തിട്ട് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും. റെസ്പോൺസ് ജനറേറ്റ് ചെയ്താൽ നമുക്ക് കസ്റ്റമറിന് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി റിയൽ വേൾഡിൽ ഏതൊക്കെ ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഏതൊക്കെ കമ്പനീസ് ആണ് ഈ ഒരു റാഗ് സിസ്റ്റം കറന്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ Airbnb യൂസ് ചെയ്യുന്നുണ്ട്, യൂബർ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ AI തന്നെ ഫൈൻ ട്യൂൺ ചെയ്യാം. പക്ഷെ GPU മേലെയൊക്കെ നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, റാഗ് ഞാൻ ഒരു 1 വീക്ക് എടുത്ത് സെർച്ച് ചെയ്തിട്ടു ഈ ടോപ്പിക്ക്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് റാഗ് തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഈ ഒരു AI നമുക്കൊരു ന്യൂ വേൾഡ് ആണല്ലേ, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് മിസ്റ്റേക്ക് വന്നേക്കാം. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞാലുണ്ടാവും. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SQL ഏജന്റ് ജനറേറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ റാഗ് യൂസ് ചെയ്തിട്ട് ക്വറി ജനറേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SQL ഏജന്റിന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ എഗെയിൻ ഗ്രോക്കിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡാറ്റാബേസ് കണക്ട് ചെയ്ത് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ട് ക്വറി ജനറേറ്റ് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു റിയൽ പ്രൊജക്റ്റിലൊക്കെ വരുമ്പോൾ 100+ 500 ടേബിൾസ് ഒക്കെ വരും. അപ്പൊ എല്ലാ പ്രോപ്പർട്ടിന്റെയും കൂടെ എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യാന്ന് പറയുന്നത് എന്താ പറയാ അത്രയ്ക്ക് നല്ലൊരു ഇതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തത്. റാഗും LLM കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ആൻസർ ജനറേറ്റ് ചെയ്തത്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ പറയാം. ഡിസ്കസ് ചെയ്തിട്ട് എന്താ പറയാ നോളജ് ഷെയർ ചെയ്യുമ്പോഴാണ് വളരുന്നതെന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ടിലേക്ക് നമുക്ക് പ്രൊജക്ട് സെറ്റപ്പ് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നേരെ കോഡിംഗിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ കാര്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റാഗാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ റീട്രൈവൽ അഗ്യുമെന്റഡ് ജനറേഷൻ നിങ്ങൾക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യാം, നിങ്ങൾ കസ്റ്റമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു വെക്ടർ ഡാറ്റാബേസ് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് സെറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കീമേനെ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ വൺസ് യൂസർ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഒരു സെർച്ചും മാച്ചിങ്ങും എല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ലൈബ്രറീനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടൊരു ബെറ്റർ ആയിട്ട് തോന്നിയ വാന AI ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാന.ai എന്താണെന്ന് വെച്ചാൽ അത് ഓപ്പൺ സോഴ്സ് പൈത്തോണിന്റെ ഒരു ഫ്രെയിംവർക്കാണ്, ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ്. ഇതുപോലെ NP2 SQL അതായത് ടെക്സ്റ്റ് ടു SQL ജനറേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനെ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ റീട്രൈവൽ അഗ്യുമെന്റഡ് ജനറേഷൻ ആണ്. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു വാനേനെ ട്രെയിൻ ചെയ്യാം. അതായത് ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അവർക്ക് ക്രോമ ഡാറ്റാബേസ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ സേവ് ചെയ്യാം. പക്ഷേ ഈ സേവിങ്ങും റീട്രൈവലും എല്ലാം ഇവർ ഹാൻഡിൽ ചെയ്തോളും. നമ്മൾ ഇതിനെല്ലാം കസ്റ്റം കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അതായത് വൺസ് ഇത് ട്രെയിൻ ചെയ്തു അതിനുശേഷം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള LLM-ഉമായിട്ട് നമ്മുടെ ഡാറ്റാബേസിനെ ഇവർ തന്നെ കണക്ട് ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രോപ്പറായിട്ട് ഡാറ്റാബേസ് സ്കീമ അതായത് നമ്മുടെ മെറ്റാ ഡാറ്റ നമ്മുടെ സ്കീമയും ഡോക്യുമെന്റേഷനും എക്സാമ്പിൾ കുറവും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ വേണ്ടി മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വാൻ്റെ തന്നെ അതിന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് റീട്രൈവ് ചെയ്തെടുക്കും, LLM-ന് കൊടുക്കും. LLM അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള SQL ക്വറി ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള മെത്തേഡ് കൂടിയാണ്. കാരണം നമ്മൾ നമ്മുടെ ആക്ച്വൽ ഡാറ്റാബേസിന് LLM-ലേക്കല്ല കണക്ട് ചെയ്യുന്നത്. പകരം നമ്മൾ അങ്ങനെ പറ്റത്തുമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസ് കണ്ടന്റ് ഡയറക്റ്റ് സെർവ് ചെയ്യുമല്ല, നമ്മൾ ഈ വാന ത്രൂ ആണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന LLM അത് ക്ലൗഡ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ലോക്കൽ ആണോ എന്നൊക്കെ യൂസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. എപ്പോഴും ഒരു സെൽഫ് ഏജന്റ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, സെക്യൂരിറ്റി നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് വാന.ai ആണ് കേട്ടോ. ഇനി രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ
എഴുതാൻ പോകുന്നത് പൈത്തോണിന്റെ സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈവൻ പൈത്തോൺ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരിക്കലും ഒരു ബയർ ആയിട്ട് എനിക്ക് തോന്നാറില്ല. അതായത് നമുക്ക് വൺസ് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയ പൈത്തോണോ PHP ജാവാസ്ക്രിപ്റ്റോ നോഡോ ഏത് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് ആണെങ്കിലും കോൺസെപ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ സിൻടാക്സ് മനസ്സിലാവും. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ പൈത്തൺ ആണ്. ഇനി മൂന്നാമത്തെ ടൂൾ എന്താണെന്ന് വെച്ചാൽ ഒല്ലാമയാണ്. ഒല്ലാമ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഓപ്പൺ സോ ഇല്ലേ, AI ഒരുപാട് ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ LLM നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ChatGPT, ജെമിനി, ഗ്രോക്ക്, ഡീപ് സീക്ക് അതുപോലെ തന്നെ ഒരെണ്ണമാണ് കേട്ടോ ഒല്ലാമേ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്പൺ ഐന്റെ കേസിൽ നമ്മൾ കംപ്ലീറ്റ് ഏതെങ്കിലും ഒരു ഇതുപോലെ തന്നെ ഓപ്പൺ ഐന്റെ കീ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഫ്രീ ആണെങ്കിൽ പോലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി സ്പെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യണം. ഒല്ലാമേന്റെ കേസിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എല്ലാമേന്റെ എന്താ പറയുക, ലാമ മോഡൽസ്, അതോ ലിയാമ മോഡൽസ്, മിസ്ട്രൽ മോഡൽസ്, നമ്മുടെ അതിന് ഒരു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ മെഷീനിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവരുടെ മോഡൽ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മുടെ ഡാറ്റ ഇപ്പം ഒന്നും കൂടെ സെക്യൂർ ആവും. കാരണം ഞാൻ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടാണല്ലോ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു എക്സ്റ്റേണൽ ക്ലൗഡ് സർവീസസിലേക്ക് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നില്ല. ഇനി ഫൈനലി ക്രോമ DB ആണ് വെക്ടർ സ്റ്റോർ ആയിട്ട് ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ PG വെക്ടറോ ഏതാണോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം നമ്മുടെ കേസിൽ ഒരു വെക്ടർ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതായത് എംബഡ് ചെയ്യാൻ വേണ്ടി പറ്റും, റീട്രൈവ് ചെയ്യാം. ന്യൂമറിക്കൽ ഡാറ്റ റെപ്രസെന്റേഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോമ DB അഗെയിൻ ഒരു ഓപ്പൺ സോഴ്സ് വെക്ടർ ഡാറ്റാബേസ് ആണ്, നമുക്ക് ലോക്കലി റൺ ചെയ്യാം. അപ്പോൾ വാനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ക്രോമ DB ഡാറ്റ നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫോൾഡറിൽ സേവ് ചെയ്യും. ആ ഫോൾഡറിൽ നിന്നാണ് വാൻ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എംബഡ് ചെയ്തിരിക്കുന്ന ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നതും ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള നോളജ് LLMലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വാനയാണ് കേട്ടോ. ഫൈനലി നമ്മുടെ ഒറിജിനൽ ഡാറ്റാബേസ് ഞാൻ PostgreSQL ആണ് എൻ്റെ ഉള്ളത്. അവിടെയാണ് നമ്മുടെ ഒറിജിനൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വാന എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത ക്വറി പോസ്റ്റ്ഗ്രസിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊറിയ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ എഴുതും കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈത്തോണിന്റെ വേർഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഓൾറെഡി പൈത്തൺ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേർഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലേറ്റസ്റ്റ് 3.13 ആണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൈത്തോണിൽ തന്നെ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. PIP അതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് പാക്കേജസ് ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈത്തണിന്റെ കൂടെ ഇത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. എൻവയോൺമെന്റ് വേരിയബിൾസ് ഒക്കെ സെറ്റ് ചെയ്ത്, വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻവയോൺമെന്റ് വേരിയബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മാക് ആണെങ്കിലും അല്ലെങ്കിൽ ലിനക്സ് ആണെങ്കിലും നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് ത്രൂ സെറ്റ് ചെയ്യാം. പൈത്തോൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. തൽക്കാലം എന്താ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു റീഡ്മി ഫയലായിട്ട് ഞാൻ എൻ്റെ ഈ കോഡും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി എൻ്റെ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്തേക്കാം. റീഡ്മി ഫയൽ നോക്കിയാൽ നിങ്ങൾക്ക് ടോപ്പ് ടു ബട്ടൺ ഇൻസ്റ്റാളേഷനും പ്രൊജക്ട് സെറ്റപ്പ് ഒക്കെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഒല്ലാമ വേണമെന്ന്, നമ്മുടെ LLM. അപ്പോൾ ഒല്ലാമയും എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ട്. എഗെയിൻ ഞാൻ ഇതിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ പൈത്തോണിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ കയറിയിട്ട് തന്നെ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എഗെയിൻ സെക്യൂരിറ്റി ഇഷ്യൂ വരും. അപ്പം ഇൻ കേസ് നിങ്ങൾ ഒല്ലാമയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഓപ്പൺ ഐന്റെ API കീ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഗ്രോക്ക് ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് API കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള LLM അത് യൂസ് ചെയ്യാം. അപ്പോൾ ഒല്ലാമയ്ക്കിൽ ഞാനൊരു മോഡലും കൂടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കേസിൽ ഒല്ലാമേൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. 3.21B എന്ന് പറഞ്ഞാൽ ഈ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇൻ കേസ് നിങ്ങൾ ഒല്ലാമ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള മോഡൽ പുള്ള് ചെയ്തെടുക്കണം. അതിന് ഒല്ലാമ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അവരുടെ സൈറ്റിൽ പോയിട്ട് അത് കഴിഞ്ഞ് ഒല്ലാമ പുള്ള് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുത്താൽ മതി. ഒല്ലാമ പുൾ സ്പേസ് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ, എൻ്റെ കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു
ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ മോഡലും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. വൺസ് ഈ ഒരു മോഡൽ നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിങ്ങൾ പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് കമാൻഡ് വർക്കാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ കാര്യം എല്ലാമേ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തത് നമുക്ക് കുറച്ച് പൈത്തൺ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് എന്ത് വേണം, വാന വേണം. കാരണം നമ്മൾ വാന എ ആണല്ലോ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ റാഗിന്റെ കസ്റ്റമർ ഇംപ്ലിമെന്റേഷന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രം സ്ക്രാച്ച് അല്ല നമ്മൾ ചെയ്യുന്നത്, വാന ത്രൂ ആണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. സോ വാന ഇത് വേണം. അതുപോലെ തന്നെ പോസ്റ്റ്ഗ്രെസ്ക്യൂഎല്ലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഡ്രൈവറും എല്ലാമേയും ക്രോമ ഡി ബിയും ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. വൺസ് ഈ ഇൻസ്റ്റാളേഷൻ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ ഇൻക്ലൂഡിങ് പോസ്റ്റ്ഗ്രസ് എസ്ക്യൂലും ഈ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ ഒന്നും കൂടെ പറയാം, പൈത്തോൺ, അത് ഒല്ലാമ, വാന എ ഐ, പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന ടൂള്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഇനി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ പിന്നെ നമ്മുടെ നിങ്ങളുടെ കോഡ് എഡിറ്റർ ഏതാണോ അവിടെ പോയിട്ട് നമുക്ക് ഈ പൈത്തോൺ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം റാഗിന് വേണ്ടിയിട്ടുള്ളത്. സോ ഞാൻ ആദ്യം ഒരു ഫോൾഡർ എൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. റാഗ് എ എന്ന് പറഞ്ഞിട്ട് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എൻ്റെ കോഡ് എഡിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. കോഡ് എഡിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ റാഗ് ഇംപ്ലിമെന്റേഷൻ ഡോട്ട് പൈത്തോൺ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഡോട്ട് py എക്സ്റ്റൻഷനിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫോൾഡറിൻ്റെ അകത്ത്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം ഈ ഒരു ഇമ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. എൻ്റെ ടൈം കൂടുന്നതനുസരിച്ചിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. സോ ഞാൻ കോഡ് ഓരോ സെക്ഷനായിട്ട് കോപ്പി ചെയ്തിട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടും വ്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൈത്തണിന്റെ ബിൽറ്റിൻ ആയിട്ടുള്ള ലൈബ്രറീസ് ഒക്കെ എടുത്തു. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് ഈ പാൻഡാസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഡാറ്റ ഫ്രെയിം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബൈനറി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് സൈക്കോ കോപ്പി GP യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് പൈത്തൺ ബേസിക് ലൈബ്രറീസ് എടുത്തു. അതുപോലെ തന്നെ ഒല്ലാമയും നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. വാനേന്റെ തന്നെ ക്രോമ DB, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ പൈത്തണും ഒല്ലാമയും വാനയും എല്ലാം. അപ്പൊ അതിന്റെ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തെടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ PostgreSQL ആണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എൻ്റെ PG admin ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ പോസ്റ്റ്ഗ്രസ് അല്ല MySQL ആണെങ്കിലും സെയിം തന്നെ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ സാമ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പം MySQL ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ PostgreSQL AI RAG DB എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മീൻസ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ടേബിൾസിനകത്ത് 3 ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ ടേബിൾ, ഒരു ഓർഡർ ടേബിൾ, ഒരു പ്രൊഡക്റ്റ് ടേബിൾ. ഈ 3 ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു റാഗ് ക്വറി ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ കസ്റ്റമേഴ്സിന്റെ ടേബിളിൽ കസ്റ്റമർ ID, നെയിം, ഇമെയിൽ ID, സിറ്റി, ഇത്രയും കാര്യങ്ങളാണ് സേവ് ചെയ്യുന്നത്. അതുപോലെ ഓർഡറിന്റെ ടേബിളിൽ ഓർഡർ ID, കസ്റ്റമർ ID, ഓർഡറിന്റെ ഡേറ്റ്, ഏത് പ്രൊഡക്റ്റ് ആണ്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്. അതുപോലെ തന്നെ ഫൈനലി പ്രൊഡക്റ്റിന്റെ ടേബിളിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ ID, പ്രൊഡക്റ്റ് നെയിം, കാര്യങ്ങളൊക്കെ, നെയിം, കാറ്റഗറി, പ്രൈസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ടേബിൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാനയ്ക്ക് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണല്ലോ അതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുവാണ്, എൻ്റെ ഒരു PostgreSQLന്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ കാര്യങ്ങൾ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഞാനൊരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യുകയാണ്, ഒരു ഒബ്ജക്റ്റ് ആയിട്ടാട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്രോമ DBന്റെ പാത്താണ് കൊടുക്കുന്നത്. ഞാൻ ഒരു ഡെസ്ക്ടോപ്പിലേക്കാണ് ഈ ഒരു ക്രോമ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മുടെ ഒരു ബൈനറി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, കറണ്ട് ഡയറക്ടറിയിൽ വേണമെന്നില്ല. അടുത്തത് നമ്മൾ DB കോൺഫിഗറേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് DB കോൺഫിഗറേഷൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുവാണ്.
എൻ്റെത് ഇപ്പോൾ പോസ്റ്റ്ഗ്രസ് SQL ആണ്. അതിൻ്റെ ഹോസ്റ്റ് ID IP, അതുപോലെ തന്നെ പോർട്ട് നമ്പർ, ഡാറ്റാബേസിന്റെ നെയിം, എൻ്റെ പോസ്റ്റ്ഗ്രസിന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പോസ്റ്റ്ഗ്രസ് ആണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് മാത്രം, അതുപോലെ തന്നെ IP മാറ്റണമെങ്കിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ പോർട്ടൊക്കെ മാറ്റി കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള MySQL ആണെങ്കിൽ MySQLന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതായത് നമ്മുടെ നോർമൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിലുള്ള പോലെ തന്നെ പൈത്തോണിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ക്ലാസ്സിനെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യുന്നതും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് നെയിം കൊടുക്കാം. നമ്മളിവിടെ ഒരു വാന കസ്റ്റം ക്ലാസ്സുമായി വാന തന്നെയാണ് കൊടുത്തേക്കുന്നത്. രണ്ട് പാരാമീറ്റേഴ്സ്, ക്രോം DBന്റെ വെക്ടർ സ്റ്റോർ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും റീട്രൈവ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് വരുന്നത് ഒല്ലാമയാണ്, നമ്മുടെ ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അത് രണ്ടുമാണ്. അതിന് രണ്ടിനെയും അതിന്റെ കൺസ്ട്രക്റ്റഡ് ഫംഗ്ഷൻ, ഇനിഷ്യലൈസേഷൻ ഫംഗ്ഷൻ ത്രൂ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെക്ടറിനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രോമിന്റെ പാത്ത് ഏതാണോ അത് പാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫിഗറേഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒല്ലാമേന്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ക്ലാസ് ഡീറ്റെയിൽസ്. അപ്പം നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ക്രോം ഡാറ്റേനെ റീസെറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. അതായത് ഇതൊരു മാൻഡേറ്ററി സ്റ്റെപ്പ് അല്ല. ഇപ്പോൾ ഞാൻ ഇത് ഓൾവേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DBയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുമോ, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് DB ഒന്ന് റീസെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റീസെറ്റിന്റെ കോഡ് എഴുതാം. അപ്പോൾ റീസെറ്റിന്റെ കോഡിൽ നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് പാത്തിൽ ഒരു DB എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഡയറക്ടറി ഉണ്ട്. ഡയറക്ടറി കയറിയിട്ട് നമ്മുടെ DB ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻ ആയിരിക്കും ത്രോ ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡെഫിനിഷൻ ഫംഗ്ഷൻ, അതായത് ക്രോമ DBനെ ഇൻ കേസ് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ, ഇത് എനിക്ക് പ്രൊജക്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് റീസെറ്റ് ചെയ്യേണ്ട ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ് കേട്ടോ. അത് ആ ഒരു ഫംഗ്ഷൻ അത്രയും ഫംഗ്ഷനാലിറ്റി ഉള്ളൂ. ഇനി അടുത്തതാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് പറയാം. നമ്മളിപ്പം ഇപ്പോൾ രണ്ട് ടൈപ്പിൽ റാഗ് ഉണ്ട്. ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള റാഗ്. ഫ്ലാറ്റ് റാഗിൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഡാറ്റാബേസിന്റെ സ്കീമയും ജസ്റ്റ് ടേബിൾ, കോളം, ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുക്കും. പക്ഷേ അവിടുത്തെ കുഴപ്പമാണ് എന്താണ്, എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആ സമയത്ത് ചിലപ്പം LLM ജനറേറ്റ് ചെയ്യുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്വറി ആയിരിക്കും. കാരണം ആ ക്വറി കൊടുക്കാൻ പറ്റുന്നത്രയും ഇൻഫർമേഷൻസ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വെക്ടർ DBന്ന് കളക്ട് ചെയ്തിട്ട് LLMലേക്ക് പ്രോംപ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവില്ല. സോ ഏറ്റവും അക്യുറേറ്റ് ആവുന്നത് എപ്പോഴാണ്, നമ്മൾ എത്രത്തോളം യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഫീഡ് ചെയ്യുന്നു അത്രത്തോളം അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും LLM ജനറേറ്റ് ചെയ്യുന്നത്. സോ വാന DB തന്നെ ഫംഗ്ഷൻ റാഗ് അപ്രോച്ചിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. മീൻസ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഫംഗ്ഷൻ റാഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആണ് ഈ ഒരു ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ കസ്റ്റമർ പർച്ചേസ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റമറിനെ റിലേറ്റ് ചെയ്തിട്ട് യൂസർ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരുവാണ്. ഇപ്പം ഞാൻ എൻ്റെ DBയിൽ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി എടുക്കാം. നമ്മുടെ DBയിൽ അനു എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ ഉണ്ട്. ഈ അനുവിന് ഇതുവരെ പർച്ചേസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഫെച്ച് ചെയ്യണം. അപ്പം LLMന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, നമ്മുടെ ഡാറ്റാബേസിലെ കസ്റ്റമർ ടേബിൾ ഏതാണ്, പ്രോഡക്റ്റ് പർച്ചേസിന്റെ ടേബിൾ, ഓർഡർ ടേബിൾ ഏതാണ്, ഇതിനെ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഈ ഒരു കസ്റ്റമർ ഡാറ്റാബേസിലെ കോളം നെയിം എന്താണ്, ഓർഡറിന്റെ ഡാറ്റാബേസിൽ പർച്ചേസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാലേ, ഈ ഡീറ്റെയിൽസ് ഒക്കെ വെക്ടർ DBന്ന് കിട്ടിയാലേ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വറി LLM ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പം കസ്റ്റമർ റിലേറ്റഡ് പർച്ചേസ് ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നമ്മളിപ്പം ഇന്ന് അതേ ചെയ്യുന്നുള്ളൂ. മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഗിറ്റിൽ ഷെയർ ചെയ്യാം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് കസ്റ്റമർ പർച്ചേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അതിന് ആൻസർ കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. ഫംഗ്ഷൻ നെയിം ഗെറ്റ് കസ്റ്റമർ പർച്ചേസ് എന്നാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസ്റ്റമറിന്റെ സ്പെസിഫിക് കസ്റ്റമറിന്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഫിറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് കസ്റ്റമർ നെയിം വരും. ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. കസ്റ്റമർ നെയിം ആണ് ഈ ഒരു കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ ഇതുവരെ DB ഒന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊക്കെ ട്രെയിൻ ചെയ്യൂട്ടോ, വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ടെംപ്ലേറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് കസ്റ്റമർ പർച്ചേസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു SQL ടെംപ്ലേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിന്റെ ടേബിൾ ഓർഡറിന്റെ ടേബിളിലേക്ക് ലെഫ്റ്റ് ജോയിൻ ചെയ്യുന്നത് കസ്റ്റമർ ID യൂസ് ചെയ്തിട്ടാണ്. അവിടെ നിന്ന് ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ പ്രോഡക്റ്റിന്റെ ടേബിളിലേക്ക് ലെഫ്റ്റ് ജോയിൻ ചെയ്യണം. പ്രോഡക്റ്റ് ID യൂസ് ചെയ്തിട്ടാണ് ലെഫ്റ്റ് ജോയിൻ ചെയ്യുന്നത്. വേർ കണ്ടീഷനിൽ ഇവർ ഈ പാസ് ചെയ്യുന്ന കസ്റ്റമർ നെയിമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെ ഫീഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് പ്രോഡക്റ്റ് ഹാസ് ഏതെങ്കിലും ഒരു കസ്റ്റമറിന്റെ നെയിം പർച്ചേസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അത് ചോദിക്കാം. അല്ലെങ്കിൽ ഷോ മീ കസ്റ്റമർ നെയിം ഓർഡേഴ്സ് ഹിസ്റ്ററി, അവരുടെ ഓർഡർ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ കസ്റ്റമർ ബൈ, ഇതുപോലുള്ള സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വെക്ടർ ഡാറ്റ ഈ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ഈ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. ഈ ഒരു കൊറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും LLMലേക്ക് പ്രോംപ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് കസ്റ്റമറിന് തന്നെ നമ്മൾ ഈ കസ്റ്റമർ ടേബിളിൽ ചെക്ക് ചെയ്താൽ സിറ്റി സേവ് ചെയ്ത് വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റിയിൽ നിന്ന് വരുന്നിട്ടുള്ള കസ്റ്റമറിന്റെ പർച്ചേസുകൾ നമുക്ക് നോക്കണം. നമ്മൾ റീജിയൻ വൈസ് ഒക്കെ സെയിൽ എടുക്കുമല്ലോ. കൂടുതലും ബിസിനസിന്റെ ഒക്കെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഏത് ഏരിയയിലാണ് കൂടുതൽ സെയിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് സെയിൽ പോയിരിക്കുന്നത്, അങ്ങനത്തെ റിപ്പോർട്ട്സുകളൊക്കെ നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ റിപ്പോർട്ടുകളിൽ നിന്നുള്ള ക്വറീസും ഡാറ്റാസും ഒക്കെ ഫീഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കുള്ളൂ. കാരണം റിപ്പോർട്ട്സ് നമ്മുടെ കസ്റ്റമറിന് റെലവൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ ക്വറീസ് വരാൻ ചാൻസ് ഉള്ളത്. കാരണം നിങ്ങൾ വിചാരിക്കും നമുക്കൊരു 500 ടേബിളൊക്കെ ഉള്ള ഒരു പോസ്റ്റ്ഗ്രസ് SQLിലേക്ക് അല്ലെങ്കിൽ ഒരു SQLന്റെ ഈ ഒരു ഡാറ്റാബേസ് ഒക്കെ നമ്മൾ എങ്ങനെ കുത്തിയിരുന്ന് ഇത്രയും ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന്. അത് എൻ്റെ മനസ്സിലും ഫസ്റ്റ് ടൈം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് എനിക്ക് തോന്നുന്ന ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മാസ്റ്റേഴ്സിന്റെ ഡാറ്റ ഒന്നും നമ്മൾ ആക്ച്വലി ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമർ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്, സെയിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ കൊമേഴ്സ് ഒരു പ്രൊജക്ട് ഞാനിവിടെ എടുത്തത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള ടേബിൾസിന് മാത്രം നിങ്ങൾ ഫീഡ് ചെയ്യുക, കസ്റ്റമറിനെ ട്രെയിൻ ചെയ്യുക. ഇതിന് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻസ് അവരോട് റെസ്ട്രിക്ട് ചെയ്യരുത്, പക്ഷെ ഈ ഏരിയ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാറ്റ് ബോട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് അത്രയും ട്രെയിൻ ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ടെംപ്ലേറ്റിൽ ഒരു കസ്റ്റമറിന്റെ നെയിം വന്നാൽ അല്ലെങ്കിൽ ഒരു സിറ്റി നെയിം വന്നാൽ ആ സിറ്റിയിൽ നിന്ന് കസ്റ്റമറിനെയും പ്രൊഡക്റ്റിനെയും കൂടെ ലെഫ്റ്റ് ജോയിൻ ചെയ്തിട്ട് സിറ്റി ബേസ് ചെയ്തിട്ടുള്ള സെയിൽ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് സിറ്റി ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, പ്രോഡക്റ്റിന്റെ പെർഫോമൻസ്, ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത്, അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ടെംപ്ലേറ്റുകൾ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിന് നിങ്ങൾ എൻ്റെ ഗിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആക്ച്വൽ റാഗിലേക്ക് വരാം. റാഗിൽ ഞാൻ മെയിൻ 2 സ്റ്റെപ്പായിരുന്നു പറഞ്ഞത്, റീട്രൈവും അതുപോലെ ട്രെയിനിങ്ങും റീട്രൈവും. നമുക്ക് ഫസ്റ്റ് ട്രെയിൻ ചെയ്താണല്ലോ നമുക്ക് റീട്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഞാൻ ട്രെയിനിങ് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫംഗ്ഷൻ ചെയ്യും സെറ്റപ്പ് ആൻഡ് ട്രെയിൻ വാന. നമ്മൾ വാനേനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ LLM ഇപ്പം ലാർജ് ലാംഗ്വേജ് മോഡൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക് കോൺസെപ്റ്റ് വെച്ച് ട്രെയിൻ ചെയ്തേക്കുന്ന പോലെയൊന്നും നമ്മൾ ട്രെയിൻ ചെയ്യൂല. ഞാൻ മൾട്ടിപ്പിൾ ടൈം പറയാൻ കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെക്ടർ ഡാറ്റാബേസിന്റെ പാറ്റേൺ മാച്ചിങ് ആണ്. വെക്ടർ ഡാറ്റാബേസിൽ ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്തതിന്റെ പാറ്റേൺ മാച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ മോഡൽ പാസ് ചെയ്ത് കൊടുത്തു. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മുടെ പോസ്റ്റ്ഗ്രസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണല്ലോ അവർക്ക് സ്കീമയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുക. ഞാൻ എൻ്റെ പോസ്റ്റ്ഗ്രസിലേക്ക് കണക്ട് ചെയ്തു ഈ ഒരു വായനേനെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന റീസെറ്റിനെ കോഡ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് കമന്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ സ്കീമയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 3 ടേബിളാണല്ലോ ഇവിടെ ഉള്ളത്, കസ്റ്റമർ, പ്രോഡക്റ്റ്, ഓർഡേഴ്സ്. ഈ 3 ടേബിളിന്റെയും സ്ട്രക്ചർ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 500 ടേബിൾസിന്റെയും സ്ട്രക്ചർ എടുത്ത് വെക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ സ്കീമ കിട്ടാൻ വേണ്ടിയിട്ടുള്ള
PostgreSQL അവൈലബിൾ ആണല്ലോ. ജസ്റ്റ് ഡാറ്റാബേസിന് നെയിം കൊടുത്താൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ് നമ്മുടെ പോസ്റ്റ്ഗ്രസുമായിട്ട്. ഒരു ക്വറി വെച്ച് സ്കീം എടുത്തിട്ട് ക്വറി റിസൾട്ട് ഫീഡ് ചെയ്യാം. ഞാനിപ്പോൾ 3 ടേബിൾ ഉള്ളതുകൊണ്ടാണ് ഡയറക്റ്റ് ഇപ്പോൾ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇ-കൊമേഴ്സ് സിസ്റ്റമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ എന്നും പറഞ്ഞ് 3 ടേബിളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോറിൻ കീ റെഫറൻസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ട്രെയിൻ മെത്തേഡ് ബിൽറ്റ് ഇൻ മെത്തേഡാണ്. വാനേൻ്റെ ട്രെയിൻ മെത്തേഡിന് കോൾ ചെയ്ത് നമ്മൾ DLL ആണ് ട്രെയിൻ ഏതാണെന്ന് പാസ് ചെയ്ത് കൊടുക്കണം. അത് DLL ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്. കാരണം ഇത് സ്പെസിഫിക് SQLന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. DLL ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഓൾറെഡി ഉള്ളത് കോപ്പി ചെയ്തുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഒരു ടെംപ്ലേറ്റ് അല്ലേ ഉള്ളൂ. ഇപ്പം മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും ടെംപ്ലേറ്റ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. കസ്റ്റമറിന്റെ പർച്ചേസ് ഡീറ്റെയിൽസ് എടുക്കാൻ, കസ്റ്റമറിന്റെ സമ്മറി കിട്ടാൻ വേണ്ടി, സെയിൽസ് ഡീറ്റെയിൽസ് ഞാൻ ഈ പറഞ്ഞ പോലെ സിറ്റി വൈസ് ടെംപ്ലേറ്റ് എഴുതിയിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരയിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ കോഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ടെംപ്ലേറ്റ് ഉള്ളൂ. സോ ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. കസ്റ്റമർ പർച്ചേസ് ടെംപ്ലേറ്റ് അല്ലേ. അപ്പം ടെംപ്ലേറ്റ് ഒരു അരയിൽ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ടെംപ്ലേറ്റിൽ കൂടെയും ലൂപ്പ് ചെയ്തിട്ട് ടെംപ്ലേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഡിസ്ക്രിപ്ഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ ട്രെയിൻ ചെയ്യുവാണ്. അതായത് ഫംഗ്ഷനെ ട്രെയിൻ ചെയ്യുവാണ്, ഫംഗ്ഷൻ ടെംപ്ലേറ്റിനെ. അതുപോലെ തന്നെ ടെംപ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സാമ്പിൾ SQL ടെംപ്ലേറ്റ് കൊറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെംപ്ലേറ്റ് കൊറി ഇപ്പോൾ കുറച്ച് ഡാറ്റ ഒക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കസ്റ്റമർ നെയിം അനു വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ സിറ്റി നെയിം ന്യൂയോർക്ക് വന്നാൽ എന്ത് ചെയ്യണം. പിന്നെ ഒരുപാട് ഡാറ്റാസ് നമുക്കറിയാലോ, LLMന്റെ പ്രോംപ്റ്റിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇത്ര നമ്പർ ഓഫ് ഡാറ്റയെ കൊടുക്കാൻ, ഇത്ര ക്യാരക്ടേഴ്സ് പറ്റിയേ കൊടുക്കാൻ പറ്റും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, വലിയ ഫയലൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുമല്ലോ ലിമിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ലിമിറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊറീൻ്റെ കൂടെ ലിമിറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതൊന്നും മാച്ച് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ നോർമൽ ടെംപ്ലേറ്റ് ആണ്, ജസ്റ്റ് ആ ടെംപ്ലേറ്റ് മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെംപ്ലേറ്റ് എടുത്ത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ SQLും കൂടെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ട്രെയിൻ ചെയ്തു? ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസിന്റെ സ്കീമ ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെംപ്ലേറ്റ്സുകളെ നമ്മൾ ട്രെയിൻ ചെയ്തു. മൂന്നാമത്തത് നമ്മുടെ ബിസിനസ് റൂൾസിനെയും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്തിനുള്ളതാണ്, ഒരു LLMന് മനസ്സിലാവണം. ഇതൊരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബിസിനസ് റൂൾസുകളെല്ലാം കൊടുക്കണം. ഇപ്പം എക്സാമ്പിൾ, ഓർഡേഴ്സ് ടേബിൾസ് ഈ ഒരു കസ്റ്റമറിനെയും പ്രൊഡക്റ്റിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് പർച്ചേസിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഓരോ ഓർഡറും ഒരു സിംഗിൾ പ്രൊഡക്റ്റിന്റെ പർച്ചേസ് ആയിരിക്കും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമറിന്റെ പർച്ചേസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ ഓർഡറും അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ടോട്ടൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയും പ്രൈസും കൂടെ മൾട്ടിപ്പിൾ. ഇപ്പം അഗ്രിഗേറ്റ് കൊറീസ് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ ഓക്കെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങളുടെ ബിസിനസ് റൂൾസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇ-കൊമേഴ്സ് ആയതുകൊണ്ട് നമുക്കറിയാം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയും പ്രൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും. അതിന്റെ സം എടുക്കുന്ന സമയത്ത് അതിന്റെ സം ഓഫ് എടുത്താൽ മതി. ബിസിനസ് റൂൾസും കൂടെ എന്ത് ചെയ്യുക, ഓരോ ഇതും ഏകദേശം ഒരു അരയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബിസിനസ് റൂളും ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫൈനലി SQL ഇത് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഒന്നും കൂടെ അവർക്ക് ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോമൺ. ഇതാ ഞാൻ പറഞ്ഞത്, റിപ്പോർട്ട്സുകളിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറി ഇതുപോലെ കൊടുക്കുക. കസ്റ്റമർ പർച്ചേസ് ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറി യൂസ് ചെയ്യണം. കസ്റ്റമർ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ ടേബിൾ മാത്രം എടുത്താൽ മതി. സെയിൽസ് അനാലിസിസ് ആണെങ്കിൽ പ്രൊഡക്റ്റിന്റെ ടേബിൾ എടുക്കണം. അങ്ങനെ പ്രോഡക്റ്റ് അനാലിസിസ് ആണെങ്കിൽ അഗെയിൻ പ്രൊഡക്ട്സിന്റെ ടേബിളാണ് എടുക്കുന്നത്. അഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പം ഇതുപോലെ എന്ത് ചെയ്യുക, SQL കൊറീസ് വരാനുള്ള പാറ്റേൺ ബേസ് ചെയ്തിട്ടും ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ട്രെയിൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടെംപ്ലേറ്റിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രിന്റിങ്ങൾക്ക് ഞാൻ ടെർമിനൽ ത്രൂ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ചാറ്റ് ബോട്ട് ഒന്നും ഡിസൈൻ ചെയ്യുന്നില്ല. മീൻസ് ഈ ഫ്രണ്ട് എൻഡ് ഞാൻ ഡിസൈൻ ചെയ്യുന്നില്ല. ടെർമിനൽ ത്രൂ ക്വസ്റ്റ്യൻ പോകുന്നതും ക്വറി ജനറേറ്റ് ചെയ്യുന്നതും ആൻസർ കിട്ടുന്നതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു. പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും കവർ ആയില്ലേ. നമ്മൾ സ്കീമ ട്രെയിൻ ചെയ്തു, ടെംപ്ലേറ്റ്സ് ട്രെയിൻ ചെയ്തു, ബിസിനസ് റൂൾസ് ട്രെയിൻ ചെയ്തു, ബിസിനസ് പാറ്റേൺസ് ട്രെയിൻ ചെയ്തു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ അത്യാവശ്യം ഒരു കൊറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ
ട്രെയിൻ ചെയ്യുന്നത്. വൺസ് ട്രെയിനിങ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കസ്റ്റമറുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനെ പ്രോസസ്സ് ചെയ്യണം അല്ലേ. അതായത് അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ അതാണ്, റൺ ചാറ്റ് ക്വറി. ചാറ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. അതിന് വാനാൻഡ് ഇൻസ്റ്റൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യനുമാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ ഇതുവരെ കോൾ ചെയ്തിട്ടുള്ള ട്രെയിനിനെ നമ്മൾ ഞാനൊരു ക്വസ്റ്റ്യൻ പാസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് SQL ക്വറി ജനറേറ്റ് ചെയ്യണം. SQL ക്വറിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് കസ്റ്റമറിന്റെ ഫൈനൽ ആൻസറും ജനറേറ്റ് ചെയ്യണം. ഇത് രണ്ടും ജനറേറ്റ് ചെയ്യുന്നത് LLM ആണല്ലേ. നമ്മുടെ കേസിലാണെങ്കിൽ ഒലാമ ആയിരിക്കും ഈ രണ്ടെണ്ണം ജനറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, സപ്പോസ് എലോര അല്ലെങ്കിൽ അനു പർച്ചേസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ പ്രോഡക്ട്സിന്റെ കൗണ്ട് എത്രയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ തന്നെ എഗെയിൻ ട്രെയിൻ മെത്തേഡ് പോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ്-ഇൻ മെത്തേഡാണ് ജനറേറ്റ് SQL മെത്തേഡ്. ജനറേറ്റ് SQL മെത്തേഡിലേക്ക് ക്വസ്റ്റ്യൻ പാസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ എഴുതുന്ന കസ്റ്റമർ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ പോയി നമ്മുടെ വെക്ടർ ഡാറ്റാബേസിൽ കണക്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യനെ വെക്ടർ എംബഡിങ് ചെയ്ത് രണ്ട് ന്യൂമറിക് മാച്ചിങ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഈ ട്രെയിൻ ഡാറ്റയിൽ നിന്ന് എടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ വാനായെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വാനായെ ചെയ്യും. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ക്രോമ DBയിൽ പോയി ക്വസ്റ്റ്യനെ മാച്ച് ചെയ്യുന്നുള്ള ഡോക്യുമെന്റ് എടുത്ത് ആ ഡോക്യുമെന്റ് LLMലേക്ക് പാസ് ചെയ്ത് ക്വറി ജനറേറ്റ് ചെയ്ത് ഫൈനൽ SQL ക്വറി അത് നമുക്ക് റിട്ടേൺ ചെയ്തു തരും. നമുക്കിവിടെ റിസ്ക് ഒന്നുമില്ല, നമുക്ക് ഫൈനൽ SQL ക്വറി കിട്ടും. അല്ല, ഇനി നിങ്ങൾ കസ്റ്റം ടു പാറ്റേൺ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്റ്റെപ്പ്, ഫസ്റ്റ് സെർച്ചിങ് സ്റ്റെപ്പും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് ക്വറി ജനറേഷൻ സ്റ്റെപ്പ് നിങ്ങൾ LLMലേക്ക് പാസ് ചെയ്യുന്ന സ്റ്റെപ്പും നിങ്ങൾ സ്വന്തം ഇംപ്ലിമെന്റ് ചെയ്യാട്ടോ. വൺസ് ക്വറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വറീനെ വാലിഡേറ്റ് ചെയ്യണം, കറക്റ്റ് ക്വറി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്വറി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പോസ്റ്റ്ഗ്രസിന്റെ ലൈവ് സെർവറിൽ ക്വറി എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്തിട്ട് ക്വറി എടുക്കണം. നമ്മുടെ പോസ്റ്റ്ഗ്രസ് SQLലേക്ക് കണക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ മുകളിൽ. വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ക്വറി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യണം അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ LLMലേക്ക് പോയി അതിന്റെ ക്വറി ജനറേറ്റ് ചെയ്തു, ക്വറി റിസൾട്ട് കിട്ടി. ക്വറി റിസൾട്ടും ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ട് എങ്ങനെയാണോ ഫൈനലി കസ്റ്റമർ ഒരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് എക്സാമ്പിൾ എലോരയുടെ ടോട്ടൽ പ്രോഡക്ട്സ് പർച്ചേസ് കിട്ടണം എന്ന് പറഞ്ഞാൽ എലോര ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് കൂടുതൽ ടൈം പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ്, ഇത് വൺസ് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്, അവരുടെ പ്രൊഡക്റ്റ് പർച്ചേസിങ് സ്റ്റൈൽ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു പ്രീമിയം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇ-കൊമേഴ്സ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. അപ്പം അങ്ങനെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഒലാമ ഒരു ആൻസർ ജനറേറ്റ് ചെയ്യണം അല്ലേ. സോ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രോംപ്റ്റിൽ, അതായത് ഡയറക്റ്റ് ആൻസേഴ്സ് ആണ് യൂസറിന്റെ ക്വസ്റ്റിന് കിട്ടേണ്ടത്. അത് ചില കേസിൽ ഒലാമ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫർദർ സ്റ്റെപ്പ് എടുത്ത് വെക്കും. അതായത് പിന്നെയും അവരൊരു ക്വറിയൊക്കെ ജനറേറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരു നോർമൽ നമ്മൾ റിസൾട്ട് കൊടുത്താലും ഒന്നുകൂടെ ആൻസറിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി അതൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആൻസേഴ്സ് മതി. ഈ കീ പോയിന്റ്സ് ഇപ്പം ഞാനിവിടെ ടെർമിനൽ ത്രൂ ആണ് നിങ്ങൾക്ക് ആൻസർ ഒരു റിസൾട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാൻ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതായത് ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡ് കൂടി ഡിസൈൻ ചെയ്തിട്ട് ഈ റിസൾട്ട് റിയാക്ട് യൂസ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ഫ്രണ്ട് എൻഡ് ജനറേറ്റ് ചെയ്യാം. ഞാനിവിടെ അത് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ടെർമിനലിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, റിസൾട്ട് പാസ് ചെയ്തു, LLM ഒരു ഫൈനൽ ആൻസർ റെസ്പോൺസ് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങും കഴിഞ്ഞു, റീട്രൈവലും കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണം അല്ലേ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാമ്പിൾ ഡാറ്റ ഈ LLMലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതിന് ഇപ്പൊ നമ്മൾ ഇതുവരെ ഒരു ക്ലാസ് നിലയ്ക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സും ഫങ്ഷൻസും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഫൈനലി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ, പൈത്തോണിന്റെ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യും. അവിടെ നിന്നാണല്ലോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ്ങും സെറ്റപ്പും മെത്തേഡിനെ കോൾ ചെയ്യും. ട്രെയിനിങ് ഇൻസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈമിൽ ചോദിക്കാം. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത് എലോര പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണ്. ഇതിന്റെ കൂടെ തന്നെ ടോട്ടൽ സെയിൽസ്, സിറ്റി ബേസ്ഡ് കാര്യങ്ങൾ, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. കാരണം ഞാനിവിടെ ഒരു അരയായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ അരയിൽ കൂടെ ലൂപ്പ് ചെയ്ത് വൺ അറ്റ് എ ടൈം ആയിട്ട് ചോദിക്കും. അതായത് എഗെയിൻ നമ്മുടെ ചാറ്റ് ക്വറി മെത്തേഡിനെ കോൾ ചെയ്യും. അതിൽ നിന്ന് വാന ഇൻസ്റ്റൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസിനെയും ക്വറിനെയും, കാരണം
ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇതിന്റെ ഇൻസ്റ്റൻസും ക്വസ്റ്റ്യനും ആണല്ലോ റിസീവ് ചെയ്യുന്നത്. അത് റിട്ടേൺ ചെയ്യുന്നത് ഫൈനൽ ആൻസർ ആയിരിക്കും. ഫൈനൽ ആൻസർ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഇൻപുട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോട്ട് ഫോർമാറ്റിൽ വേണമെങ്കിൽ ഈ പൈത്തോൺ കോഡിന് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യുക. ഫ്രണ്ട് എൻഡ് അതിനെ റിസീവ് ചെയ്ത് ചാറ്റ് ബോട്ടിൽ എലഗന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന പോലെ കോഡ് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം എങ്ങനെ കസ്റ്റം ചെയ്യാം, കസ്റ്റമർ ആകെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ രണ്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ റാക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രെയിനിങ് ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും വൃത്തിയായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ റെസ്പോൺസ് ആയിട്ട് തരേണ്ടതാണ്. നമുക്കിനി ടെർമിനലിൽ പോയിട്ട് ഇതിന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എക്സിക്യൂട്ട് ചെയ്ത പോർഷനിലെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടോ, സോറി. അപ്പോൾ അത് ഒന്നുമില്ല, നമ്മൾ സാധാരണ പൈത്തോണിന്റെ ഫയല് പൈത്തോൺ സ്പേസ് ഫയൽ നെയിം കൊടുക്കൂലേ, അതുപോലെ തന്നെ നിങ്ങൾ ഫോൾഡറിൽ കയറിയിട്ട് ഈ കമാൻഡ് കൊടുത്താൽ മതി. പൈത്തോൺ എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് നോക്കിയാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്ത കോഡ് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പിന്നെയും പറയുകയാണ്, ANA SQL സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ DDL കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DDL പ്രോപ്പറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ കൊടുത്തിരിക്കുന്ന ടെംപ്ലേറ്റ്സിന്റെ ഇതും ബിസിനസ് റൂൾസിന്റെ ട്രെയിനിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് നമ്മൾ ഏതൊക്കെയാണോ ട്രെയിൻ ചെയ്യാൻ കൊടുത്തത് അതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ട്രെയിനിങ് പോർഷൻ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് യൂസറിന്റെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. എന്ത് ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിച്ചത്? എലോര പർച്ചേസ് ചെയ്ത പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ കൊറി ജനറേറ്റ് ചെയ്യണല്ലേ. കൊറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LLM-ലേക്ക് പോകുന്ന പ്രോംപ്റ്റ് എങ്ങനെയാണോ അത് ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വൺസ് ഈ പ്രോംപ്റ്റ് ഒക്കെ പോയി, പ്രോംപ്റ്റ് കുറച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് ഡാറ്റ റെലവൻ്റ് ആയിട്ടുള്ളതെല്ലാം പാസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് LLM ജനറേറ്റ് ചെയ്യുന്ന കൊറി നമുക്ക് കിട്ടും. കൊറിന്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊറി റിസൾട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. കൊറി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ആൻസർ ജനറേറ്റ് ചെയ്യണം അല്ലേ. ഫൈനൽ ആൻസർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ LLM-നെ കോൾ ചെയ്യും. LLM-ലേക്ക് പോകുന്ന പ്രോംപ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ LLM റിട്ടേൺ ചെയ്യുന്ന ഫൈനൽ ആൻസർ ആണ് ഏറ്റവും റെലവൻ്റ് ആയിട്ട് കസ്റ്റമറിന് കാണുന്ന പോലെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പിന്നെയും ഫൈൻ ട്യൂൺ ചെയ്യാം. അതായത് ഇവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ പ്രൊവൈഡഡ് ഡാറ്റാബേസ് കൊറി റിസൾട്ട് ഹിയർ ഈസ് എ ക്ലിയർ ഇൻസൈറ്റ്ഫുൾ അനാലിസിസ് എന്നാണ്. നമുക്ക് ശരിക്കും ആവശ്യമില്ല. കാരണം എന്താ, കസ്റ്റമറിന് ഈ കൊറിയർ റിസൾട്ട് കാര്യങ്ങളൊന്നും കാണണ്ടല്ലോ. ഇത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് പ്രോംപ്റ്റിൽ ആഡ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് എലോരയുടെ പ്രോഡക്റ്റ് പർച്ചേസസിന്റെ സമ്മറി ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പ് ചെയറുമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പിന്റെ യൂണിറ്റും എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കീ ഇൻസൈറ്റ് ആയിട്ട് ഒരു അനാലിസിസ് പോലെ ലോ കോസ്റ്റ് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ഒബ്സർവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണ നമ്മളൊരു ചാറ്റ് ബോട്ടിൽ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ആൻസർ കിട്ടുന്നത് ആ ആൻസറിന്റെ ഫോർമാറ്റിൽ തന്നെ വൃത്തിയായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത പോലെ എന്താ പറയാ, നിങ്ങളൊരു ചാറ്റ് ബോട്ടൊക്കെ ഡിസൈൻ ചെയ്ത് നോക്കാട്ടോ. ഒരു ഫർദർ സ്റ്റെപ്പ് പോലെ ഈ ആൻസർ ഒക്കെ പാസ് ചെയ്തിട്ട് എലഗന്റ് ആയിട്ട് ചാറ്റ് ബോട്ടിൽ ഈ ആൻസർ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, അവർക്ക് ഷോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാട്ടോ. എനിക്ക് ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ പേടിയാ. നിങ്ങളിപ്പോൾ കുറെ പ്രാവശ്യം പറഞ്ഞല്ലോ ലെങ്തി വീഡിയോസ് ആകുമ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന്. ഞാൻ മാക്സിമം വീഡിയോയിൽ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോഡൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടത്. എന്നിട്ടും കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് ഇതൊക്കെ ഒക്കെ മസ്റ്റായിട്ടും ഇപ്പം ഈ ഒരു റൈസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റെലവൻറ്റ് ടോപ്പിക്സുകളാണ് ഇതൊക്കെ. AI-ന്റെ ഒക്കെ കേസിൽ ഇൻ കേസ് നിങ്ങൾ AI ചെയ്തിട്ടുള്ള ജോബ് അല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ജോബിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ കമ്പനീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പൽസറി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നുണ്ടാവുമല്ലോ. സോ ഇങ്ങനത്തെ പുതിയ മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്നത് നിങ്ങളുടെ അപ്കമിങ് ഇയേഴ്സിൽ നിങ്ങളുടെ സാലറിയുടെ കേസിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ നിങ്ങൾ എൻ്റെ ചാനൽ തന്നെ കാണുന്നില്ല, ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ഷെയർ ചെയ്യുക. ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്സ് അറിയാമെങ്കിൽ എനിക്കും യൂസ്ഫുൾ ആവും. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, ബൈ.